പോറ്റി വളർത്തിയ സ്വന്തം മാതാപിതാക്കളെ അടക്കം നിഷ്ഠൂരമായി കൊലക്കത്തിക്കിരയാക്കിയ ഒരു 23 വയസ്സുകാരന്റെ അരാധമ പ്രവർത്തനത്തിൽ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ജനതയും. വർദ്ധിച്ചു വരുന്ന ഇത്തരം തുടർക്കഥകളുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ഓരോ കുട്ടിയുടെയും വിവിധങ്ങളായ വളർച്ചാ ഘട്ടങ്ങളുണ്ട്. അതിൽ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിയർ ഗ്രൂപ്പുകളെയാണ് ഏതൊരു പ്രവർത്തനത്തിനും അവർ കൃത്യമായി ആശ്രയിക്കുക. സോഷ്യൽ മീഡിയയുടെ ഈ ഒരു വിപ്ലവകരമായ മുന്നേറ്റം ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ ഇതിൽ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. പലപ്പോഴും കുട്ടികളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ സങ്കടകരമായ പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയുന്നു. ഓരോ ഗെയിമുകളുടെ സ്വഭാവങ്ങളും അവർ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ കാട്ടിക്കൂട്ടലുകളൊക്കെയും വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഇവരുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്നുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ തെറി വിളിക്കുകയും ചീത്തവാക്കുകൾ പറയുകയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളുടെയൊക്കെ ലോകം അതാണ് ഏറ്റവും ബെറ്റർ എന്ന് വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം കൃത്യമായിട്ട് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തലമുറയ്ക്ക് കുടുംബത്തിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഏറ്റവും പോസിറ്റീവായ സ്ട്രോക്കുകൾ നൽകാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമായിട്ടാണ് ഇനിയുള്ള കാലഘട്ടത്തെ നാം നോക്കിക്കാണേണ്ടത്. വളർന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളും നടന്നു പോകുന്ന ഓരോ പാതകളിലും അന്ധകാരങ്ങൾ അവരെ വേട്ടയാടാതിരിക്കാൻ രക്ഷിതാക്കൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് വളരെ ആവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി കർമ്മനിരതയോടെ പ്രവർത്തിക്കാം.